ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജീസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ബേക്കറി ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മസാല കുക്കീസ് അല്ലെങ്കിൽ സ്പൈസി ബിസ്ക്കറ്റ്, മസാല ബിസ്ക്കറ്റ് എന്ത് വേണമെങ്കിലും പറയാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കീസാണ്. ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു സ്നാക്സാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. സാധാരണ നമ്മൾ ബേക്കറിയിലിരുന്ന് വാങ്ങിക്കാറുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് മൈക്രോവേവിലോ ഗ്യാസ് ടാപ്പിലോ ചെയ്യാം. ഞാൻ ഇന്ന് OTG ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെയിം രീതിയിൽ തന്നെ ഗ്യാസ് ടാപ്പിൽ പാത്രം ചൂടാക്കിയിട്ട് ചെയ്യാം. വരൂ വീഡിയോയിലേക്ക് പോകാം. മസാല കുക്കി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മസാല ഐറ്റംസ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഇവിടെ ഞാനൊരു 5 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഒരു മിക്സിയിലേക്ക് ഇടുകയാണ്. ഒരു 4-5 ചെറുള്ളി എടുത്തിട്ടുണ്ട്, അതും മിക്സിയിലേക്ക് ഇടുന്നതാണ്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷണം ജിഞ്ചർ, ഒരു ചെറിയ കഷണം പട്ടയും ഒരു 2 ഏലക്ക, പിന്നെ കുറച്ച് വലിയ ജീരകം 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇവിടെ കോക്കനട്ട് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ മൈക്രോവേവ് ചെയ്ത് ഉണക്കിയെടുത്തതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉള്ളവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്താൽ മതി. എല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഐറ്റംസ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എള്ള് കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇവിടെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണിത്. 1/4 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ബട്ടറും ഷുഗറും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. 2 എഗ്ഗും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മസാല കൂട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് ഒരു ഡോ ആക്കി എടുക്കാം. ചപ്പാത്തിയുടെ ഡോയുടെ മട്ടിലാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് ഇടാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് പകുതിയായിട്ട് ഇടാം. കംപ്ലീറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. കുഴച്ച് വരുമ്പം കുറച്ച് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് ചപ്പാത്തിയുടെ മാവ് കണക്കിൽ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ മസാല കുക്കീസിൻ്റെ ഡോ റെഡിയായി. കയ്യിലും പാത്രത്തിലും ഒട്ടാത്ത പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് നമുക്ക് ഞാൻ ആദ്യം 1.5 കപ്പ് ഇട്ടു, എന്നാലും അതിൻ്റെ കൂടെ എനിക്ക് 5 ടേബിൾ സ്പൂൺ കൂടി ഇടേണ്ടി വന്നു. എന്നാലേ ഈ കൺസിസ്റ്റൻസി കിട്ടൂ. നമുക്ക് ഇത് ഉരുളകളായിട്ട് ഉരുട്ടി 2 ട്രേയിൽ ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് വച്ചിട്ടുണ്ട്. അതിലേക്ക് കുക്കികൾ ഉണ്ടാക്കി വയ്ക്കാം. നമ്മുടെ ഡോ ഉരുളകളായിട്ട് ഉരുട്ടി
ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഗ്യാപ്പ് വിട്ട് വേണം നമുക്ക് വയ്ക്കാനായിട്ട്. നമുക്ക് ഇനി ഇത് ഗ്യാസ് ടാപ്പിലോ OTG ഓവനിലോ വെച്ച് ബേക്ക് ചെയ്യാം. ഇവിടെ ഞാൻ OTG ഓവൻ പ്രീ ഹീറ്റഡായിട്ട് വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 35 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യേണ്ടത്. കുക്കീസിൻ്റെ പുറത്ത് ഒരു എഗ് വാഷ് കൊടുക്കണം. അത് എടുക്കാൻ വിട്ടുപോയി. ഒരു മുട്ട അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു ബ്രഷ് വെച്ച് ലൈറ്റായിട്ട് തുടച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ OTG ഓവനിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കീസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ മുകളിലതും താഴത്തുമായിട്ടുള്ള തട്ടിലാണ് വെച്ചത്. മുകളിലത്തത് നല്ല കുറച്ച് കളർ കിട്ടിയിട്ടുണ്ട്. താഴത്തെ തട്ടിൽ വെച്ചത് കുറച്ച് അത്രയും കിട്ടിയിട്ടില്ല. പക്ഷേ നല്ല വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഒന്നുപോലെയാണ് ഉള്ളത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗ്യാസ് ടാപ്പിൽ വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കുക്കീസാണ്. ജ്യോതിസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന പുതിയ പുതിയ റെസിപ്പീസും ബ്ലോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് ഉടനുകുടൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.